ജനലക്ഷങ്ങളെ ആവേശത്തിൽ ആറാടിച്ച് തൃശൂർ പൂരം. മഠത്തിൽ വരവിനും ഇലഞ്ഞിത്തറ മേളത്തിനും ശേഷം പ്രധാന ചടങ്ങായ വർണ്ണാഭമായ കുടമാറ്റവും നടന്നു. മറ്റ് സമഗ്രമായ ഹ്രസ്വ വിവരണം ന്യൂസ് റൂമിൽ നിന്ന് പ്രൊഫസർ അലിയാർ നൽകും. തൃശൂർ പൂരത്തിൻ്റെ ഏറ്റവും ആവേശകരമായ ഇനം കുടമാറ്റം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ 7:30-8 മണിയോടുകൂടി ഘടകപൂരങ്ങൾ എത്തിച്ചേർന്നതോടുകൂടിയാണ് പൂരനഗരി ഉണർന്നത്. അതിനുശേഷം മഠത്തിൽ വരവ്, പഞ്ചവാദ്യം, പിന്നീട് പാറമേക്കാവിൻ്റെ ചെമ്പട പാണ്ടിമേളം, അത് ഏകദേശം 12 മണിയോടുകൂടി കഴിഞ്ഞിരുന്നു. 2 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്ന ഇലഞ്ഞിത്തറ മേളം ഏതാണ്ട് 2:30 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. എങ്കിലും സാധാരണയിൽ കവിഞ്ഞ ആളുകളുടെ ആവേശം അവിടെ ദൃശ്യമായിരുന്നു. അത് ഏകദേശം 5-5:30 മണിയോടുകൂടി അവസാനിക്കുകയും തുടർന്ന് തെക്കോട്ടിറക്കവും അത്ഭുതകരമായ കുടമാറ്റം എന്ന് പറയുന്ന ദൃശ്യവിസ്മയ കാഴ്ചയും അരങ്ങേറുകയുണ്ടായി. ഇന്നത്തെ ഈ പരിപാടികളിലെല്ലാം അഭൂതപൂർവമായ ജനത്തിരക്കാണ് കാണാൻ കഴിഞ്ഞത്. ഇനി അവശേഷിക്കുന്നത് ഒരു ചെറിയ വെടിക്കെട്ടാണ്. അതോടെ ഇന്നത്തെ പകൽപൂരം ഏതാണ്ട് അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഏകദേശം രാത്രിയോടുകൂടി, രാത്രി 3 മണിക്ക് ശേഷമുള്ള വലിയ വെടിക്കെട്ട് ഉണ്ടായിരിക്കും. പിന്നെ നാളെ രാവിലെ എഴുന്നള്ളത്തും പാണ്ടിമേളവും കുടമാറ്റവും ഒക്കെ അരങ്ങേറും. അതിന് തൃശ്ശൂർക്കാരുടെ പൂരം എന്നാണ് അറിയപ്പെടുന്നത്. പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാലിൽ നിന്നും തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിൽ നിന്നും രാവിലെ 8 മണിയോടെ എഴുന്നള്ളി എത്തും. ഇരുവിഭാഗത്തിൻ്റെയും പാണ്ടിമേളം 12 മണിയോടെ അവസാനിക്കുകയും ചെയ്യും. മേളത്തിന് ശേഷം ചെറിയൊരു വെടിക്കെട്ടുണ്ടാവും. അതിനുശേഷം ദേവിമാർ പരസ്പരം ഉപചാരം ചൊല്ലി ശ്രീമൂലസ്ഥാനത്ത് നിന്നും അടുത്ത പൂരത്തിൽ കാണാം എന്ന് വിടവാങ്ങുന്ന ഒരു ചടങ്ങുണ്ട്. അത് വളരെ വൈകാരികതയുള്ള ഒരു ചടങ്ങാണ്. ഉപചാരം ചൊല്ലി പിരിയുന്നത് തീർച്ചയായിട്ടും അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ചടങ്ങ് നാളെ ഉച്ചയോടുകൂടി ഉണ്ടാവും. അതോടെ ഈ പൂരച്ചടങ്ങുകൾക്ക് ഔപചാരികമായ അന്ത്യം. പറവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ കൊല്ലം ജില്ലാ കളക്ടർക്കെതിരെ ക്ഷേത്രം ഭാരവാഹികളുടെ മൊഴി. വെടിക്കെട്ട് നടത്താൻ കളക്ടർ അനുമതി നൽകിയിരുന്നുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ മൊഴി നൽകി. രാജ്കുമാർ കൊല്ലത്തുനിന്ന്. രാജ്കുമാർ, അനുമതി ഉണ്ടായിരുന്നില്ല, അതിനെ മറികടന്നാണ് പോലീസ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്നായിരുന്നല്ലോ ഷൈനമോൾ കൊല്ലം കളക്ടർ പറഞ്ഞിരുന്നത്. നിലവിൽ എന്താണ് ഈ ക്ഷേത്രം ഭാരവാഹികളുടെ മൊഴി? ക്ഷേത്രം ഭാരവാഹികൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി 8-ാം തീയതി ജില്ലാ കളക്ടർ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കിയിരുന്നു. തുടർന്ന് 9-ാം തീയതി ഇവർ ഈ പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തി. അതിൽ രാവിലെ തന്നെ പോലീസ് റിപ്പോർട്ട്, ഇതിൽ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇതിന് അതേ 9-ാം തീയതി തന്നെ രാവിലെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കളക്ടറോട് താൻ അനുമതി നൽകിയിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ കളക്ടർ ഈ പറഞ്ഞ ദിവസം സ്ഥലത്തില്ല, ADM-ഉം സ്ഥലത്തില്ല. ഇവർ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതിനുള്ള നിങ്ങൾ നടത്തിക്കോളൂ, പോലീസിന്റെ അനുകൂല റിപ്പോർട്ടുണ്ടെങ്കിൽ അതിനെ അനുവദിക്കാം. അതുപോലെ തന്നെ ADM-ഉം പറഞ്ഞതായി ഇവർ ആരോപിക്കുന്നത് തിങ്കളാഴ്ച തന്നെ, അതായത് നിങ്ങൾ നടത്തുന്നതിന് കുഴപ്പമില്ല, അത് നടത്താം, പക്ഷെ അതിനുള്ള അനുമതി ഇത് മുൻകൂർ പഴയ ഡേറ്റ് വെച്ച് താൻ തന്നുകൊള്ളാമെന്ന് ADM വാഗ്ദാനം ചെയ്തതായും ഒക്കെയാണ് അമ്പല കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോൾ പോലീസിന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം ഇതിലെ പ്രധാന കരാറുകാരനായിട്ടുള്ള കൃഷ്ണൻകുട്ടിയെ ഇന്ന് IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം കൊച്ചിയിൽ വെച്ച് പിടികൂടാൻ 10 മിനിറ്റ് മുമ്പ് ഇവർ എത്തുന്നതിന് മുമ്പ് കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു ലോഡ്ജിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അനാർക്കലിയുമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും കൊച്ചി എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ 3-4 അന്വേഷണ സംഘം നിലയുറപ്പിച്ചിട്ടുള്ളത്. എവിടെങ്കിലും വെച്ച്, ഏതെങ്കിലും ഭാഗത്ത് വെച്ച് ഈ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. മാത്രമല്ല, ഈ അമ്പല കമ്മിറ്റി ഇനി പിടിയിലാകാനുള്ള മറ്റു ഭാരവാഹികളും മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള നിയമ ഉപദേശം തേടുന്നതിനും എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് തന്നെ ചില രഹസ്യ കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.
രാജ്കുമാർ കൊല്ലത്തുനിന്ന്. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ കൊല്ലം ജില്ലാ കളക്ടർക്കെതിരെ ക്ഷേത്രം ഭാരവാഹികളുടെ മൊഴി. കണ്ണൂർ മട്ടന്നൂരിലെ മാനന്തേരിയിൽ CPIM പ്രവർത്തകർക്ക് നേരെ RSS ആക്രമണം. 4 CPIM പ്രവർത്തകരെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ബാബുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മണിപ്പാൽ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ആഴ്ചയായി CPIM പ്രവർത്തകർക്ക് നേരെ ജില്ലയിൽ RSS ആക്രമണം വ്യാപകമാണ്. മട്ടന്നൂർ മാനന്തേരിയിൽ പുലർച്ചെ 1 മണിയോടെയാണ് CPIM പ്രവർത്തകർക്കു നേരെ ആക്രമണം നടന്നത്. വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ CPIM പ്രവർത്തകൻ കാരായി സുരേഷ് ബാബുവിനെ മംഗലാപുരം തേജസ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടേറ്റ മറ്റ് 3 CPIM പ്രവർത്തകർ പുരുഷോത്തമൻ, ദിജേഷ്, മനോഹരൻ എന്നിവർ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജില്ലയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള RSS ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണ് CPIMനു നേരെ നടക്കുന്ന ആക്രമണങ്ങളെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KK രാഗേഷ് പറഞ്ഞു. ധർമ്മടത്ത് റഹ്മത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് അംഗം വിധവയാണ്. ആ സ്ത്രീ വിധവയായ റഹ്മത്തിന്റെ വീട്ടിൽ RSSകാർ ആക്രമണം നടത്തി. ചാവശ്ശേരിയിൽ അടുത്ത ദിവസമാണ് CPIMന്റെ ഓഫീസിന് നേരെ ബോംബെറിഞ്ഞത്. അതുപോലെ തന്നെ വയത്തൂരിൽ വീട് കയറി സ്ത്രീകളെ ആക്രമിക്കുന്ന നിലയുണ്ടായി. എടക്കാട് CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ച് ബൈക്ക് കത്തിച്ച സംഭവം ഉണ്ടായി. അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇപ്പോഴും മാനന്തേരിയിൽ 4 CPIM പ്രവർത്തകരെ അതിമാരകമായ വിധത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഒരാഴ്ച മുൻപാണ് വയത്തൂരിലും ധർമ്മടത്തും CPIM പ്രവർത്തകരുടെ വീടുകൾ കയറി ആക്രമണം നടത്തിയത്. ധർമ്മടം പഞ്ചായത്ത് അംഗത്തെയും മകളെയും ആക്രമിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് തുടർച്ചയായിട്ടുള്ള ആക്രമണം നടത്തുന്നതിന് RSSന് പ്രചോദനമായി തീർന്നിട്ടുള്ളത്. RSSന് എല്ലാ പിന്തുണയും നൽകുക എന്ന UDFന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഭരണ നേതൃത്വത്തിന്റെയും തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. UDF ഭരണത്തിന് കീഴിൽ ഉമ്മൻചാണ്ടിയുടെ ഒത്താശയോടെ BJP വോട്ട് ലക്ഷ്യമിട്ട് പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നും KK രാഗേഷ് MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മാനന്തേരിയിലെ RSS ആക്രമണം തെരഞ്ഞെടുപ്പ് രംഗം സംഘർഷഭരിതമാക്കാനുള്ള നീക്കമാണെന്ന് പിണറായി വിജയൻ. കോൺഗ്രസ് BJP ധാരണ നിയമപാലനത്തിന് തടസ്സമാകരുതെന്നും പിണറായി വിജയൻ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പിണറായിയുടെ പ്രതികരണം. LDFന്റെ നൂതന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നശിപ്പിക്കാൻ ശ്രമം. ട്രെയിൻ ബോഗികളിലുള്ള LDFന്റെ പ്രചാരണങ്ങളാണ് നശിപ്പിച്ചത്. റെയിൽ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണ് പ്രചാരണം തുടങ്ങിയത്. പ്രചാരണ രംഗത്തെ LDF മുന്നേറ്റം തടയാനാണ് ശ്രമം എന്നാണ് ആരോപണം. 7 ട്രെയിനുകളിലായിരുന്നു LDF ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത്. അതിൽ ചില ട്രെയിനുകളിൽ പതിപ്പിച്ചിരുന്ന പ്രചരണമാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ത്യയിൽ ആദ്യമായി LDF ആണ് ഇത്തരത്തിൽ ട്രെയിനുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. റെയിൽ മന്ത്രാലയത്തിന്റെ ടെൻഡറിൽ പങ്കെടുത്താണ് പ്രചരണം നടത്താൻ അനുമതി നേടിയത്. LDFന്റെ ക്യാമ്പയിൻ തടയാൻ BJPയും കോൺഗ്രസും ദില്ലി കേന്ദ്രീകരിച്ച് ശ്രമങ്ങളും നടത്തിയിരുന്നു. മിസ്ഡ് കോളിലൂടെ LDFലെ പ്രമുഖ നേതാക്കൾ വോട്ടർമാരുമായി സംവദിക്കുന്ന ക്യാമ്പയിനിന്റെ തുടർച്ചയായിരുന്നു ട്രെയിൻ ക്യാമ്പയിൻ. LDFന്റെ നൂതന തെരഞ്ഞെടുപ്പ് പ്രചരണം ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന തിരിച്ചറിവാണ് ബോർഡുകൾ നശിപ്പിക്കുന്നതിന് പിന്നിലെന്ന് ആരോപണമുണ്ട്. LDF വരും, എല്ലാം ശരിയാകും എന്ന തലക്കെട്ടിൽ നിലപാടുകൾ വിശദീകരിച്ചും UDF സർക്കാരിന്റെ അഴിമതികൾ തുറന്നുകാട്ടിയുമായിരുന്നു ട്രെയിൻ ക്യാമ്പയിൻ. പ്രചരണം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോൾ ആയിരങ്ങളാണ് ഇത് വീക്ഷിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് CPIM പ്രവർത്തകയുടെ വീടിന് നേരെ RSS ആക്രമണം. പാപ്പനംകോട് സത്യൻ നഗറിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. വീടിന്റെ ഗേറ്റും ജനൽ ചില്ലുകളും മറ്റും ആക്രമികൾ അടിച്ചു തകർത്തു. പാപ്പൻകോട് എസ്റ്റേറ്റ് വാർഡിലെ സത്യൻ നഗറിലാണ് RSS പ്രവർത്തകർ ആക്രമണം നടത്തിയത്. CPIM പ്രവർത്തകയായ ബേബി മിനിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30യോടെയാണ് സംഭവം. വീടിന്റെ ഗേറ്റും ജനൽ ചില്ലുകളും മറ്റും അക്രമികൾ അടിച്ചു തകർത്തു. RSS പ്രവർത്തകരുടെ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബേബി മിനി പറയുന്നു. പടക്കം പൊട്ടുന്നൊരു സൗണ്ട് പോലെ കേട്ടു. മുകളിലത്തെ ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ മുകളിൽ കതവിനടിക്കുന്നത്. ഉമാര് 2-3 പേരെ വ്യക്തമായി കണ്ടു. ഉമാർ അക്രമവും ബഹളവും അട്ടഹാസമായിട്ട് ഉമാർ ഇറങ്ങി ഓടി. പ്രദേശത്ത് നേരത്തെയും RSS പ്രവർത്തകർ ആക്രമണം നടത്തിയിരുന്നുവെന്നും എന്നാൽ പോലീസ് അക്രമികൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും CPIM ഏരിയ കമ്മിറ്റി അംഗം പ്രദീപ് ആരോപിച്ചു. യഥാർത്ഥത്തിൽ നേമത്തെ പോലീസ് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ശക്തമായ നടപടി എടുക്കുന്നില്ല. ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തലാണ് അവർ ഉദ്ദേശിക്കുന്നത്. സമീപത്തെ വീട്ടിലെ CCTV ക്യാമറയിൽ അക്രമികളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. 9 പേരാണ് ദൃശ്യത്തിലുള്ളത്. സംഭവത്തിൽ നേമം പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒരേ സമയം മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാവുന്ന അക്വാപോണിക്സിന് കേരളത്തിൽ പ്രചാരമേറുന്നു. കൈരളി പീപ്പിൾ TVയുടെ ഖദർ പുരസ്കാര ജേതാവായ PT ആന്റണിയുടെ അക്വാപോണിക്സ് ഫാം കർഷകർക്ക് മാതൃകയാവുകയാണ്.
മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാമെന്നതാണ് അക്വാപോണിക്സിന്റെ പ്രത്യേകത. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അക്വാപോണിക്സിനെ സ്വാധീനിക്കില്ല. കൃഷിക്ക് അധികം സ്ഥലവും ആവശ്യമില്ല. കൈരളി പീപ്പിൾ ടിവിയുടെ കതിർ അവാർഡിന് അർഹനായ മാള സ്വദേശി PT ആന്റണി അക്വാപോണിക്സിലൂടെ വൻ നേട്ടം കൊയ്തതാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. ഈ ഒരു 3/4 സെന്റ് സ്ഥലത്ത് നമ്മളൊരു 2250 മത്സ്യങ്ങളെ ഗിഫ്റ്റ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് സേവിക്കും. അതിപ്പോൾ നമുക്ക് ഒരു 1 ചില്ലാനം ടൺ ഒരു 1018 കിലോ 1150 കിലോത്തോളം നമുക്ക് വിളവെടുക്കാൻ പറ്റി. നമ്മൾ മീൻ മാത്രം തീറ്റ കൊടുക്കണമെങ്കിലും ഈ വെള്ളത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും ചെടിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് അമോണിയനെ നൈട്രേറ്റ് ആക്കി ചെടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല വളർച്ച കിട്ടുന്നത്. അക്വാപോണിക്സിന്റെ സാധ്യതകൾ വളരെ വലുതാണെങ്കിലും കർഷകർ തുടക്കത്തിൽ വൻതുക ചെലവഴിക്കേണ്ടി വരും. ഇതുകൂടാതെ വൈദ്യുതി ബില്ലും ഉയരും. ഈ സാഹചര്യത്തിൽ സർക്കാർ സബ്സിഡി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒട്ടേറെ പുതുമകളുമായി കിറ്റെക്സ് കൂബിയുടെ സ്കൂൾ ബാഗുകൾ വിപണിയിലെത്തി. ഷേപ്പ്, സപ്പോർട്ട്, സ്റ്റൈൽ എന്ന ആശയത്തിലൂന്നിയാണ് ബാഗുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ CB ബാബുരാജ് പറഞ്ഞു. 330 രൂപ മുതൽ ബാഗുകൾ വിപണിയിൽ ലഭ്യമാണ്. യൂറോപ്യൻ സാങ്കേതികവിദ്യയിൽ നിർമ്മിക്കുന്ന ബാഗുകളുടെ രൂപകൽപ്പന എർഗണോമിക്കലിയാണ് നിർവഹിച്ചിരിക്കുന്നത്. കൂടുതൽ കാലം ഈടുനിൽക്കുകയും കുട്ടികൾക്ക് അനായാസമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ് ബാഗിന്റെ സവിശേഷത എന്ന് കമ്പനി അറിയിച്ചു. അഡ്മിനിസ്ട്രേഷൻ GM KC പിള്ള, അഡ്വർടൈസിംഗ് മാനേജർ കൊച്ചു ത്രേസ്യ എന്നിവർ പങ്കെടുത്തു.